ഇതെന്താ ശക്തി? എന്താ ശക്തി, ഞങ്ങളെ നീ തല്ലുന്നോ? ചേട്ടൻ പറഞ്ഞത് കൊണ്ടല്ലേ. എന്താ ശക്തി, പോലീസെല്ലാം വീടിനകത്തേക്ക് വരുന്നത്? തെറ്റ്. പിന്നെ നീ എഴുതിയ FIR-ല്ലേ, ആ 4 പേരും ഞാൻ ഏൽപ്പിച്ച ജോലിയാ ചെയ്തത്. അവരെല്ലാം വെറുതെ വിട്ടേരെ. നടക്കില്ല. നീ ഇപ്പൊ പോ, പിന്നെ സംസാരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും മാറ്റമില്ല. എന്നോട് ദേഷ്യമാ? ദേഷ്യം തന്നെയാ. എന്നോടാണ് എനിക്ക് ദേഷ്യം. ഇവിടെയുള്ള എല്ലാവരോടും ദേഷ്യ. നിനക്കിഷ്ടമില്ലാത്ത വേഷമിട്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ച എനിക്കിഷ്ടമില്ലാത്ത എന്തോ നീ ചെയ്യാൻ പോകുന്നെന്ന്. എന്താ പറ്റിയത്? ഇനിയൊന്നും വേണ്ട, എല്ലാം വിട്ടേക്ക്. തെറ്റാണ്. ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ? നിങ്ങളുടെ കൂടെ നിന്നപ്പോ എനിക്ക് എല്ലാം ശരിയായിട്ടാണ് തോന്നിയത്. എന്നാൽ ഈ വേഷത്തിൽ നോക്കുമ്പോൾ എല്ലാം തെറ്റായിട്ടാ തോന്നുന്നേ. എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ശക്തി, നല്ലത് ചെയ്യുമ്പോൾ ചിലത് തെറ്റായി തീരും. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയമായതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അന്നത്തിൽ ചോരയുടെ മണമുണ്ടച്ചാ. ഇത്രയും കാലം അത് തന്നെയല്ലേ കഴിച്ചത്? അപ്പൊ അറിയില്ലായിരുന്നു. ഇപ്പൊ മനസാക്ഷി. മണ്ണാങ്കട്ട, പറയുന്ന മാത്രം ചെയ്. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പോലീസുകാരനായില്ലേ? എങ്കിൽ ഞാനിപ്പോ പറയുക, നല്ലവനായിക്കോ. ശക്തി, ഈ ശിവൻ എന്ത് കേൾക്കണമെന്ന് വിചാരിക്കുന്നുവോ അതായിരിക്കണം നീ പറയേണ്ടത്. നീ പറയുന്നൊന്നും ഈ ചെവി കേൾക്കില്ല. എന്തുകൊണ്ട് കേൾക്കില്ല? കേൾക്കണം. കേട്ടേ പറ്റൂ. ആരോടായി പറയുന്നത്? എന്റെ അച്ഛനോട്. ശക്തി, എതിർക്കാൻ നീ തീരുമാനിച്ചല്ലേ? മാറ്റണമെന്ന് തീരുമാനിച്ചിരിക്കുക. എന്ത് മാറ്റാൻ? നിങ്ങളെ ഒരു മനുഷ്യനായിട്ട്. അപ്പൊ എന്നെ പോലെ ആവണമെന്ന് പറഞ്ഞതോ? അന്ന് പറഞ്ഞതിൽ ഞാൻ പശ്ചാത്തപിക്കുക. ശക്തി, നോക്കിയും കണ്ട് സംസാരിക്കേ. കണ്ടിട്ട് തന്നെയാ, കണ്ടതുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നത്. ഒന്നും അറിയാൻ പാടില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പായ്ക്കകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുക. മതി. ശക്തി, ഈ ശിവനെ നീ അടുത്ത് കണ്ടിട്ടുണ്ടായിരിക്കാം. എതിരാളിയായി കണ്ടിട്ടുണ്ടോ? തന്റെ ഇടമുണ്ടോ?
വയസ്സുള്ളപ്പോ നിനക്ക് ദേഷ്യം വരുമ്പോ നീ കല്ലെടുക്കുമായിരുന്നു. ഈ ശിവൻ കത്തിയെടുത്തവനാടാ. ഇനി എടുക്കാൻ സമ്മതിക്കില്ല. അന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് ഈ കാക്ക് ഞാൻ വെറുത്തത്. ഇന്ന് നിങ്ങൾ എനിക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാക്കിയിട്ട് വന്നത്. ഇനി എൻ്റെ അച്ഛനെ ഒരു തെറ്റും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കടാ. ഈ ശിവൻ എല്ലാത്തിൻ്റെ മേലെയാ. അല്ല, നിങ്ങൾ എല്ലാത്തിനും മേലെ അല്ല. ഈശ്വരനും അധിപനും പോലീസ് അങ്ങനെ ഒരുപാടുണ്ട്. ഇല്ല, ഞാൻ എൻ്റെ ഈ മുണ്ട് ഇങ്ങനെ മടക്കി കുത്തിയാൽ എൻ്റെ മുമ്പിൽ ഒരുത്തനും നിവർന്നു നിൽക്കില്ല. ഞാൻ നിൽക്കും. ഈ ശിവനെതിരെയോ? അതെ. തോറ്റുപോകും. ജയിക്കും ഞാൻ. ഈ ശിവനില്ലെങ്കിൽ പിന്നെ ശക്തിയില്ല. ശക്തിയില്ലെങ്കിൽ ഇവിടെ ഒരുത്തനും കാണില്ല. ആ ഡേ അല്ല സാർ, സാധാരണ ഡേയിലാണല്ലോ ഡ്യൂട്ടി. ഇന്ന് എന്തിനാ നൈറ്റ് ഡ്യൂട്ടി എന്നാ ചോദിച്ചത്. അതകത്ത് പോയി ചോദിക്കും. കെട്ടിയവള് തരുന്നതല്ല ഇവിടെ വന്ന് തീർക്കുമല്ലേ? എനിക്കെല്ലാം മനസ്സിലായി സാർ. എല്ലാവരും വന്നല്ലോ അല്ലേ? എല്ലാവരോടും വരാൻ പറഞ്ഞതിൻ്റെ കാരണം ഇന്നൊരു ദിവസം ഒരു യഥാർത്ഥ പോലീസാകണം. ഞാൻ എന്നെയും ചേർത്താണ് പറഞ്ഞത്. നേരം പുലരുമ്പോൾ ഒരു റൗഡിയും ക്രിമിനലും ഇവിടെ ഉണ്ടായിരിക്കരുത്. ഓപ്പറേഷൻ ക്ലീൻ. ശിവന്റെ പേര് പറഞ്ഞു കുറ്റം ചെയ്യുന്ന ഏതവനായാലും ശരി, ഒറ്റ രാത്രി കൊണ്ട് പൊക്കണം. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇങ്ങനെ ചിരിക്കൂ. പോലീസിന് ചിരിക്കാം, എന്നാൽ പോലീസിനെ കണ്ട് ആരും ചിരിക്കാൻ പാടില്ല. ഈ കാക്കി ഉടുപ്പിടുന്നതിന് മുമ്പ് മദ്രസിറ്റ് നന്നാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കില്ലായിരുന്നു. എന്നാൽ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ജയിക്കുമെന്ന് വിശ്വാസമുണ്ട് എനിക്ക്. ഇനി എത്ര നാൾ ഈ കാക്കി ഉടുപ്പ് ശരീരത്തിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. എങ്കിലും അത് ഉള്ളതുവരെ ഒരു അക്യൂസിനെ പോലും വെറുതെ വിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇന്ന് ഒരു രാത്രി, ഒരൊറ്റ രാത്രി യഥാർത്ഥ പോലീസുകാരനായി മാറാൻ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ സിറ്റിയിൽ ഒരു കുറ്റവും നടക്കില്ല. ഇന്ന് ഈ രാത്രിയിൽ ചെയ്യാൻ പോകുന്നത് കണ്ട് ജനങ്ങൾക്ക് പോലീസുകാരോടൊരു ബഹുമാനം ഉണ്ടാകണം. ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. കുച്ച് ഭി ഹോനെ ദോ ആകെ കുച്ച് ഭി മുസീബത്ത് ആനെ ദോ ഹം ഡർനാ നഹി ആകെ ബഡ്തേ ജാനാ ഹി ഏക് ജവാൻ കാ കർത്തവ്യ ഹൈ. ഒരു പോലീസുകാരൻ എപ്പോഴും മുന്നേറി പോകണം. ആപത്തുണ്ടെന്നറിഞ്ഞാലും പോരാടണം. മാനമിരുണ്ടാലും മനസ്സ് തളരാതെ അവന്റെ നടപ്പിൽ ഒരു ഗാംഭീര്യം ഉണ്ടായിരിക്കണം. 56-ാമത്തെ വയസ്സിൽ സിമ്മക്കല്ലിൽ നടന്ന ഒരു ലഹളയിൽ 7 പേരെ വെടിവെച്ച് കൊന്നിട്ട് വെടിയേറ്റ 5 പേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു പോലീസുകാരൻ ചത്തു വീണു. അയാൾക്ക് വെടിയേറ്റത് പിന്നീടാണ് മനസ്സിലായത്. അയാൾ വേറെ ആരുമല്ല, ഹീസ് മൈ ഗ്രാൻഡ് ഫാദർ, എന്റെ മുത്തച്ഛൻ. ആ രക്തമണി സിരകളിൽ ഓടുന്നത്. ജീവൻ പോകുന്ന അവസാന നിമിഷം വരെയും സത്യസന്ധനായ പോലീസുകാരനായി ജീവിച്ചു മരിച്ച എന്റെ മുത്തച്ഛന്റെ ധൈര്യം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവര് മാത്രം എന്റെ കൂടെ വരണം. സാറേ, ക്രിമിനൽസിനാണ് ഇപ്പോൾ നീതി. എത്ര കഷ്ടപ്പെട്ട് പിടിച്ചാലും വളരെ എളുപ്പമാണ് പുറത്തു വരുന്നത്. വരട്ടെ. വീണ്ടും തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഭയമുണ്ടാകും. അങ്ങനെ ഭയം തോന്നിയാൽ പിന്മാറും. തെറ്റ് ചെയ്യുന്ന ക്രിമിനൽസിന് നീതി കിട്ടുമെങ്കിൽ തടയുന്ന നമുക്കെന്തുകൊണ്ട് നീതി കിട്ടില്ല? വരട്ടെ, നീതി കിട്ടുമോന്ന് നോക്കാം. റെഡിയല്ലേ? സെല്ലൂർ ക്രിമിനൽസ് കൂടുതലുള്ള സ്ഥലമാ. ആൽഫ ടീം, നിങ്ങൾ അവിടേക്ക് പോകണം. ബ്രോമ ടീം, നിങ്ങൾ മതിശയം കവർ ചെയ്യണം. ചാലി ടീം, നിങ്ങൾ ജയ്ഹിന്ദപുരം. ഡെൽറ്റ, ആറപ്പാളയം. ശാന്തി, നിങ്ങൾ കരിമേട് കവർ ചെയ്യണം. ലെറ്റ്സ് മൂവ്.
ആ വാനിയാ വാ, ഞങ്ങളിങ്ങനെ കാശ് കൊയ്തോണ്ടിരിക്കുക. ഞാനും കൊയ്യാൻ വേണ്ടി വന്നതാ. അറസ്റ്റ് ആദ്യമായിട്ട് കൈനീട്ടി വാങ്ങുന്ന അക്വസ്റ്റ് നീയാണ്. നടക്കട്ടെ. മാറി നിൽക്കണം അങ്ങോട്ട്. എന്താ അറസ്റ്റോ? അതേടാ, അറസ്റ്റ് തന്നെയാടാ. നീ കമ്പല്ലേ ഓടിച്ചത്, നിന്റെ കൈ ഞാൻ ഓടിക്കും. കൊണ്ടുപോയവനെ. എന്തേട്ടാ ചേട്ടൻ ഇങ്ങനെ ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ഓടാ അവിടുന്ന്. പോ.